Purchase your tracks today. ഹായ് ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വിവോ ലേറ്റസ്റ്റലി ലോഞ്ച് ചെയ്ത വിവോയുടെ ഏറ്റവും പുതിയ ടാബ്ലറ്റായ വിവോ പാഡിൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. അൺബോക്സിംഗ് ഓൾറെഡി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ വീഡിയോ ഫസ്റ്റിൽ ഞാൻ ആ ഒരു അൺബോക്സിംഗ് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ടാബ്ലറ്റിൻ്റെ റിവ്യൂ വീഡിയോ ആണ്. സോ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ടാബ്ലറ്റിൻ്റെ ഡിസ്പ്ലേ നോക്കാം. 11 ഇഞ്ചസിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു 11 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയാൻ കാരണം ഇതൊരു ടാബ്ലറ്റ് ആണ്. എനിക്ക് സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞ് പരിചയമുള്ളൂ. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ഇടയ്ക്ക് ചില തെറ്റും കാര്യങ്ങളും വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ 11 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് കമ്പനി. IPS LCD ഡിസ്പ്ലേ ആണ്. അതാണ് എനിക്ക് ഇവിടെ തോന്നിയ ഒരു പോരായ്മ. കാരണം ഇത് ഷവോമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഷവോമി Mi Pad 5 ആയിട്ട് ഒരിക്കലും കമ്പാറ്റബിൾ ആയിട്ട് നിൽക്കാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ കോമ്പറ്റീറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റില്ല. കാരണം ഇതിൻ്റെ അകത്ത് IPS LCD ഡിസ്പ്ലേ ആണുള്ളത്. ആ ഒരു ഡിവൈസിൻ്റെ അത് നമുക്ക് കിട്ടുന്നത് AMOLED പാനലും കൂടിയാണ്. അപ്പോൾ ഒരു ടാബ്ലറ്റ് എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ മൂവീസും കാര്യങ്ങളും കാണുമ്പോൾ ഒരുപാടധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് AMOLED ഡിസ്പ്ലേ കാണാൻ വേണ്ടിയാണ്. കാരണം നൈറ്റിലെ മൂവീസ് കാണുന്ന ഒരുപാടധികം ആൾക്കാരുണ്ട്. എഡിറ്റിങ്, പെയിൻറ്റിങ്, അങ്ങനെ ഒരുപാടധികം വർക്കുകൾ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ കുറച്ചുകൂടി ഇഷ്ടം AMOLED ഡിസ്പ്ലേസ് ആണ്. പക്ഷേ ഇവിടെ IPS LCD ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡിസ്പ്ലേ യൂസ് ചെയ്തിരിക്കുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് അതിൻ്റേതായ രീതിയിൽ കുറഞ്ഞായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റും HDR10+ സപ്പോർട്ടബിൾ ആണ്. ഒറിജിൻ വോയിസിൻ്റെ HD ആണ് കിട്ടുന്നത്. കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ ഒറിജിൻ വോയിസ് ഓഷനെ പറ്റി പരിചയപ്പെടുത്തിയിരുന്നു. ഇപ്രാവശ്യം ഒറിജിൻ വോയിസിൻ്റെ ഹൈ ഡെഫിനിഷൻ എഡിഷനാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഗെയിമിങ്ങും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 870 എന്ന് പറയുന്ന ഒരു 5G 7nm പ്രോസസ്സറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു കിടിലൻ പ്രോസസ്സറാണ്. കാരണം ഈ ഒരു പ്രോസസ്സറിന് നമുക്ക് 5G സപ്പോർട്ടാണ്. അതായത് നമുക്ക് ഇതിൻ്റെ അകത്ത് വൈഫൈ മാത്രമല്ല സിം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സിമ്മിൻ്റെ കാര്യം കൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ ഷവോമി Mi Pad 5ൻ്റെ അകത്ത് നമുക്ക് സിം ഇടാൻ പറ്റില്ല, വൈഫൈ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താ പറയുക, സിം വിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഗെയിം പ്ലേയും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഗെൻഷിൻ ഇമ്പാക്റ്റും PUBG മൊബൈലും കളിച്ച് നോക്കി. PUBG മൊബൈലിൻ്റെ ഗെയിം പ്ലേ കാര്യം പറയുകയാണെങ്കിൽ വളരെ സ്മൂത്തായിട്ട് തന്നെ ഗെയിം പ്ലേ നമുക്ക് പോകുന്നുണ്ട്. അൾട്രയിൽ നമുക്ക് കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എക്സ്ട്രീമിലല്ല, നമ്മളൊരു സ്മാർട്ട് ഫോണിനേക്കാൾ ഉപരി ഒരു ടാബ്ലറ്റ് കളിക്കുന്ന ഒരു കിഡിലൻ ഫീൽ ഇവിടെ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക, ഒരുപാട് കുറച്ചുകൂടെ വലിയ സ്ക്രീനിലൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതിൻ്റെ നമുക്ക് കൂളിംഗ് ടെക്നോളജിയും കൂടെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ഒരാവശ്യവും നമുക്ക് വരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഒറിജിൻ വോയിസ് എന്ന് പറയുന്ന ഈ ഒരു HD സോഫ്റ്റ്വെയർ അടിപൊളിയാണ്. നമുക്ക് ഒരു രീതിയിലുള്ള ഹീറ്റിംഗ് ഇതിൻ്റെ അകത്ത് ഫീൽ ചെയ്യില്ല. ഒരുപാടധികം മൾട്ടി ടാസ്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും ഒരു ടാബ്ലറ്റ് എന്ന രീതിയിൽ ഒറിജിൻ വോയിസ് HDക്കകത്ത് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് വിവോ X80 സീരീസിൻ്റെ കൂടെ ആയിരിക്കും ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലോഞ്ചിന് കുറച്ച് ടൈം എടുക്കും. കാരണം ഓപ്പോ പാഡൊന്നും ലോഞ്ച് ചെയ്തിട്ടില്ല. സോ ഓപ്പോ പാഡും OnePlus പാഡൊക്കെ വരുന്ന സമയത്തായിരിക്കും അവരെ കോമ്പറ്റീറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി, അതായത് പ്രൈസിന് കോമ്പറ്റീറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് IPS ഡിസ്പ്ലേ ഒക്കെ ചേർത്ത് നമ്മുടെ വിവോ അണ്ണൻ കൊണ്ടുവരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം, അതായത് ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കുന്നതായിട്ട് ഇവിടെ കാണാനായിട്ട് പറ്റും. അത് നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും കുറച്ച് ടൈം എടുക്കും. കാരണം ചാനലിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ട് ഏകദേശം 1-2 ആഴ്ച കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിൻ്റെ കാര്യം അറിയാമല്ലോ, കുറച്ച് ടൈം എടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് ഇനി നോക്കുന്ന, അല്ലെങ്കിൽ ഇനി അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ GPU ബേസ്ഡ് കാര്യങ്ങളാണ്. ഇതിൻ്റെ GPU നോക്കുകയാണെങ്കിൽ നമുക്ക് അഡ്രീനോ 650 ഒരു GPU ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. CPU നമുക്ക് ഒക്ടാ കോറിൻ്റെ ഒരു കിടിലൻ CPU ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ടാബ്ലറ്റ് ചൈനയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇതിനകത്ത് കീബോർഡും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. കീബോർഡും അതോടൊപ്പം തന്നെ നമുക്ക് ഒരു പെന്ന്, അതായത് ടച്ച് പെന്ന് നമുക്ക് ഇതിനകത്ത് ഫ്രീ ആയിട്ട് അവർ തരുന്നുണ്ട്. സോ ഈ ഒരു കീബോർഡിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ബിൽഡ് ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ ടൈപ്പിങ്ങിൻ്റെ കാര്യവും പിന്നെ നമ്മുടെ എന്താ പറയുക ടച്ച് പാഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു രീതിയിലുള്ള സ്ലോ ഹാങ്ങോ ഫീൽ ചെയ്യുന്നില്ല. ആ ഒരു ടച്ച് റെസ്പോൺസ് വളരെ സ്പീഡായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആസ് എ ലാപ്ടോപ്പ് എന്ന രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് വിൻഡോസ് കിട്ടില്ല. ഒറിജിൻ വോയിസ് ആണ്. ഒറിജിൻ വോയിസിൻ്റെ അകത്ത് തന്നെ നമുക്ക് വിൻഡോസിൻ്റെ രീതിയിലാക്കാനുള്ള ഒരു ഓപ്ഷനും കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സ്മൂത്ത് ആയിരിക്കും ഒരു ടാബ്ലറ്റിനെ ലാപ്ടോപ്പ് ആക്കി അല്ലെങ്കിൽ എന്താ പറയുക ഒരു PC ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഇതിൻ്റെ അകത്ത് പറ്റുന്നുണ്ട്. പിന്നെ ഇത് ഫോൾഡബിളും ആണ്. ഈ ഒരു
എന്താ പറയുക ഒരു കേസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മാഗ്നറ്റിക്കും ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് തറയുന്ന വീഴാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാഗ്നറ്റിക്കായിട്ട് വളരെ കട്ടിയുള്ള രീതിയിൽ ഇത് ഒട്ടിയിരിക്കുന്നതാണ് നമ്മുടെ ഫോണായിട്ട്. പിന്നെ നമുക്കിത് ഫോണിൻ്റെ ഒരു സ്റ്റാൻഡായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ടാബ്ലറ്റിൻ്റെ ഒരു സ്റ്റാൻഡായിട്ടും ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതും വളരെ നല്ല കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടിയ ഒരു പെന്ന്, ഈ ഒരു പെന്നിൻ്റെ അകത്ത് നമുക്കൊരു ബാറ്ററി ഇട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ആ ഒരു ബാറ്ററിയുടെ വെയിറ്റ് കുറച്ച് കൂടുതലാണ്. നമുക്ക് പടം വരയ്ക്കാനും പിന്നെന്താ ഇങ്ങനെ എഴുതി കുറിക്കാനും എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഈ ഒരു പെന്ന് വെച്ച് നമുക്ക് എഴുതാനും പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നമുക്ക് എന്താ പറയുക എക്സ്പാൻഡബിൾ അപ് ടു 1 TB ആണ്. 1 TB വരെയുള്ള ഒരു മെമ്മറി കാർഡും SD കാർഡും എല്ലാം നമുക്ക് ഈ ഒരു ടാബ്ലറ്റിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതും വളരെ നല്ലൊരു പ്രത്യേക നിറഞ്ഞ ഒരു കാര്യമെന്ന് വേണമെങ്കിൽ എനിക്കെടുത്ത് പറയാം. കാരണം എക്സ്പാൻഡബിലിറ്റി ഒരു ടാബ്ലറ്റിന് ആവശ്യമുള്ള കാര്യമാണ്. സോ ആ ഒരു സംഭവം ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ മുകൾ ഭാഗം, അതായത് ബാക്ക് പാനലും സൈഡ് പാനലും എല്ലാം മാഗ്നറ്റിക്കാണ്. അല്ലെങ്കിൽ വിവോയുടെ ഏത് പെന്ന് വെച്ചാലും അല്ലെങ്കിൽ വിവോയുടെ അല്ല ഏത് പ്രൊഡക്റ്റിൻ്റെ സാധനങ്ങൾ വെച്ചാലും നല്ല രീതിയിൽ തന്നെ ഒട്ടിയിരിപ്പുണ്ട്. സോ മാഗ്നറ്റിക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് ഏകദേശം 891 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അല്ലാത്ത പക്ഷം നോക്കുകയാണെങ്കിൽ ഈ ഒരു ടാബ്ലറ്റ് 89 ഗ്രാമേ വരുന്നുള്ളൂ. സോ ഒരു കേസും കാര്യങ്ങളും വെക്കുകയാണെങ്കിൽ 800 ഗ്രാമിന് വെയിറ്റ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് തരുന്നുണ്ട്. പിന്നെ നമ്മൾ S Pen കണക്ട് ചെയ്യണമല്ലോ. S Pen ആയി പോകുന്നത് സാംസങ്ങിൻ്റെ ആയതുകൊണ്ടാണ് S Pen ആയി പോകുന്നത്. വിവോ വരെ ഈ ഒരു ടച്ച് പെൻ നോക്കുകയാണെങ്കിൽ നമുക്കിത് കണക്ട് ചെയ്യാനായിട്ട് സെറ്റിങ്സിൽ പോകേണ്ടി വരും. ആ ഒരു 1 ടൈം കണക്ടിവിറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് എപ്പോൾ ഓൺ ചെയ്താലും ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവുന്നതാണ്. സോ അതും വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. കാരണം 1 ടൈം കണക്ട് ചെയ്താൽ പിന്നെ എപ്പോഴും കണക്ട് ചെയ്യാൻ പറ്റും. ബട്ട് സാംസങ് അങ്ങനെയല്ല. സാംസങ് എപ്പോൾ എടുത്താലും ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആയിക്കോളും. ആ ഒരു സംഭവം എനിക്ക് ഇതിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ടു. പിന്നുള്ളത് ഫോട്ടോ എഡിറ്റിംഗ് യൂസേഴ്സിന് വേണ്ടിയിട്ടാണ്. അവർക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമുക്ക് എക്സ്പാൻഡബിൾ ചെയ്യാൻ പറ്റും. സോ വിവോയുടെ തന്നെ ഒരു എക്സ്പാൻഡബിൾ കാർഡ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ സ്റ്റോറേജ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇത് സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് 256 GB വരെ ഉള്ളൂ. ബട്ട് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ 512 GB, അതായത് 512 GB സ്റ്റോറേജ് ഇറങ്ങും. കാരണം ഒരു ടാബ്ലറ്റ് ലാപ്ടോപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ അധികം സ്റ്റോറേജ് ഇതിൻ്റെ അത് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിനകത്ത് ഫോട്ടോസ്, അതായത് ഇമേജസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ ലൈറ്റ് റൂമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ലൈറ്റ് റൂമിലുള്ള മിക്ക ഫോട്ടോസ്, അതായത് നമ്മളിപ്പോൾ എടുക്കുന്ന എല്ലാ ഫോട്ടോസും നല്ല മികച്ച രീതിയിൽ തന്നെ, അതായത് നമ്മൾ DSLR എടുത്ത എല്ലാ ഫോട്ടോസും നല്ല രീതിയിൽ തന്നെ ക്വാളിറ്റിയിൽ തന്നെ ഇതിനകത്ത് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ എഡിറ്റേഴ്സും പിന്നെന്താ പെയിൻറ്റിങ് വർക്ക്സ് ആർട്ടിസ്റ്റൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടാബ് വളരെയധികം നല്ലതായിരിക്കും. പിന്നെ കുറച്ചുകൂടെ കളർ ആക്യുറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കളർ കൂടുതൽ നോക്കി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇതിൻ്റെ അകത്ത് IPS LCD ഡിസ്പ്ലേ ക്വാളിറ്റി ഇല്ല എന്നല്ല, ബട്ട് ആ ഒരു ഡാർക്ക്നെസ് ആയിട്ട് ഫീൽ ചെയ്യില്ല. ആ ഒരു കളർ നമ്മൾ നോക്കുന്ന, അതായത് നമ്മൾ ഡയറക്റ്റായിട്ട് ഈ ഒരു ടാബിൽ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് വേറൊരു ഫോണിലേക്ക് സെൻഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു കളറായിരിക്കില്ല അതിൽ വരുന്നതെന്ന് വേണമെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ പറയാനായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള എന്താ പറയുക ഈ ഒരു പെന്ന്, അതും വളരെ നല്ല റെസ്പോൺസാണ്. നമുക്ക് നല്ല രീതിയിൽ തന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു പെന്ന് ഇവർ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും, അതായത് വീഡിയോ റെൻഡറിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ബാറ്ററി നോക്കാറുണ്ടല്ലേ. സോ ബാറ്ററി നോക്കുന്ന സമയത്ത് ചാർജറും കൂടെ നോക്കണം. ഇതിനകത്ത് വരുന്ന ചാർജർ 44 വാട്ട്സിൻ്റെ ഒരു ചാർജറാണ് ബോക്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 8040 mAh ഒരു ബാറ്ററി യൂസ് ചെയ്തിട്ടുണ്ട്. നോൺ റിമൂവബിൾ ആയിട്ടുള്ളൊരു ബാറ്ററിയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അത് ടാബ്ലറ്റിൻ്റെ ഇപ്പോഴത്തെ എല്ലാ ഫോൺസിൻ്റെയും കാര്യമാണെങ്കിലും ഞാനൊന്ന് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. എനിക്ക് ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ടെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. പിന്നെ എനിക്ക് ഈ ഒരു ടാബ്ലറ്റ് എന്ന രീതിയിൽ ഇതിനകത്ത് പോരായ്മ തോന്നിയത് 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ ടാബ്ലറ്റ് എന്ന രീതിയിൽ നമ്മൾ രാത്രിക്ക് സിനിമ കാണുന്ന സമയത്ത് ഇയർബഡ്സ് വയർലെസ് ഇല്ലാത്ത ഒരു വയർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് അത് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഇവർ എന്തിനാണ് ഇതെടുത്ത് മാറ്റിയെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ഉള്ളൊരു സംഭവമല്ല, അത് വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ടാബ്ലറ്റ് അല്ല. അതുപോലെ വെള്ളത്തിൽ പിടിച്ച് മുക്കുന്ന ഒരു പരിപാടി ഇതിൻ്റെ അകത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടിച്ചു പോകും. എങ്കിലും ആ ഒരു പരിപാടി എന്തായാലും അടിച്ചു പോകും. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കൊരു ജാക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ബട്ട് വിത്ത് ദിസ് പ്രൈസ് ദിസ് ഈസ് ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ പ്രൈസ് ഞാൻ എൻ്റെ തംബ്നെയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ ഞാനൊരു പ്രൈസ് പറയുന്നതായിരിക്കില്ല, ഇത് ലോഞ്ച് ചെയ്യുമ്പോൾ വരുന്ന പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. സോ ഞാൻ തംബ്നെയിലും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രൈസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ക്യാമറയും കാര്യങ്ങളും നോക്കാം. ബാക്കിലൊരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ്. 13 MP അൾട്രാ വൈഡും 8 MP അൾട്രാ വൈഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4K 30 FPS വരെ മാക്സിമം വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഫ്രണ്ടിലായിട്ട് 8 MP ഒരു ക്യാമറയാണ്, വൈഡ് ക്യാമറയാണ്. നമുക്ക് 1080p 30 FPS വീഡിയോസ് എടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ക്യാമറയാണ് നമുക്ക് എന്താ പറയുക ഫ്രണ്ടിലായിട്ടും കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ നല്ല രീതിയിൽ തന്നെ ഇമേജസ് ഒക്കെ എടുക്കാനായിട്ട് പറ്റുന്ന ഒരു ടാബ്ലറ്റാണ്. പിന്നെ ഇതിലെടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ, നമ്മൾ ജസ്റ്റ് നമ്മുടെ സ്മാർട്ട് ഫോൺ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ആ ഒരു സ്ക്രീന് നമ്മുടെ ഈ ഒരു
ടാബ്ലറ്റിലേക്ക് മിറർ ആവുന്നതാണ്. ആ ഒരു മിററിങ്ങിൽ കൂടെ തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇനി സ്മാർട്ട് ഫോൺ ഓഫ് ആയിരിക്കട്ടെ നമുക്ക് ഇതിൻ്റെ അകത്തൂടെ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് വിവോയുടെ നല്ലൊരു ഫീച്ചറാണ്. സ്മാർട്ട് ഫോൺ ഓഫ് ആയാലും അല്ലെങ്കിലും നമുക്ക് നമ്മുടെ ടാബ്ലറ്റ് വഴി നമ്മുടെ ഫോണിനെ കൺട്രോൾ ചെയ്യാം. അതുമല്ല നമുക്ക് ഫോൺ വിളിക്കുക വരെ ഇതിൻ്റെ അകത്ത് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ഫീച്ചർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ എന്താ പറയുക ഐഫോണിൽ ആപ്പിൾ ഫോൺസിലൊക്കെ കണ്ട ആ ഒരു ഇമേജ് ഡ്രോപ്പിംഗ് ഫീച്ചറും ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതും നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഇനിഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ് നോക്കിയത് ഈ ഒരു വീഡിയോക്കകത്തൂടെ. അപ്പോൾ ഇത് ഇന്ത്യൻ ലോഞ്ച് മുമ്പ്, അതായത് ഇന്ത്യൻ ലോഞ്ചിന് മുന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. ഇന്ത്യൻ ലോഞ്ചിന് ശേഷം ഇതിൻ്റെ സ്പെക്സ് എനിക്ക് അറിയില്ല. സോ അതിന് മുന്നേ ഇട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ത്യൻ ലോഞ്ചിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാടധികം മിസ്റ്റേക്സും കാര്യങ്ങളും ഇതിനകത്ത് ഫീൽ ചെയ്യാം. സോ ഐ ആം വെരി സോറി വിത്ത് ദാറ്റ്. ബിക്കോസ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ചൈനയിൽ ലോഞ്ച് ചെയ്ത സ്പെക്സ് ആയിരിക്കില്ല ഇന്ത്യയിൽ വരുന്നത് അല്ലെങ്കിൽ ഗ്ലോബലി വരുന്നത്. സോ അതിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇത് വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇത് ബൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ട് അതായത് ഫോറിൻ കൺട്രീസ് ഇമ്പോർട്ട് ചെയ്യാനുള്ള ലിങ്ക് താഴെയുണ്ട്. സോ ഗോ ബിയോണ്ട് ടെക് അണ്ടിൽ ദെൻ ദിസ് ഈസ് സാത്യൻ സൈനിങ് ഓഫ്. ബൈ. അടുത്തൊരു വീഡിയോ കാണാം.